ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വെളിച്ചമായി എന്ന പദ്ധതിക്ക് തുടക്കമായി. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി ഒരു വർഷം പിന്നിടുമ്പോൾ വെളിച്ചമായി എന്ന പദ്ധതിയുമായി ജനഹൃദയങ്ങളിലേക്ക്. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും ലിറ്റിൽ ഫ്ലവർ അങ്കമാലി നേതൃവിഭാഗവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളും 50ഓളം ജീവനക്കാരും മരണാന്തരം കണ്ണുകൾ ദാനം ചെയ്യുന്ന ധാരണപത്രത്തിൽ ഒപ്പുവെച്ചു. സമൂഹത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ സഹകാരികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുൾ അടഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചം ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ 9 വാർഡുകളിലും സഹകാരികളുമായി നിരന്തര സമ്പർക്കം പുലർത്തി നേത്രദാനം മഹാദാനം എന്ന ആശയം പങ്കുവെക്കുകയും നേത്രദാനം ചെയ്യുവാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കാഞ്ഞൂർ സർവീസ് സഹകരണ സംഘത്തിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും LF ഹോസ്പിറ്റലുമായി സഹകരിച്ച് വെളിച്ചമായി എന്ന പദ്ധതിക്ക് ആരംഭം കുറിക്കുകയാണ്. ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും മരണാനന്തരം നേത്രദാനം ചെയ്യുക എന്ന ധാരണാപത്രത്തിൽ ഇന്ന് ഒപ്പിടുകയാണ്. നമ്മളുടെ കാലശേഷം നശിച്ചു പോകുന്ന, ജീർണിച്ചു പോകുന്ന നമ്മുടെ കണ്ണുകൾ ഒരു പുതിയ ജീവന് സാധ്യതയുണ്ടെങ്കിൽ അത് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള സഹകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഇൻചാർജ് PV ഗോവിന്ദനെ ചീഫ് കോർഡിനേറ്ററായും ഭരണസമിതി അംഗങ്ങളായ TD റോബർട്ട്, ബാങ്ക് ജീവനക്കാരനായ സാജു പാപ്പച്ചൻ, PT അനൂപ് എന്നിവരെ സബ് കോർഡിനേറ്റർമാരായും നിയോഗിച്ച കമ്മിറ്റി രൂപവൽക്കരിച്ചു. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു പുത്തൻ ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. അതായത് മരണാനന്തര നേത്രദാന പദ്ധതിയിലെ അംഗമായിരിക്കുകയാണ്. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി ചേർന്നാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ബാങ്കിന്റെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇതിൽ അംഗീകരിച്ച് ഒപ്പുവെച്ചു കഴിഞ്ഞു. അതുകൂടാതെ ബാങ്കിന്റെ അംഗങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, അംഗങ്ങളെ ഇടപാടുകാരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മരണാനന്തരം നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കുക എന്നുള്ളത് ഒരു മഹത്തായ ഒരു LF ആശുപത്രിയെ പ്രതിനിധീകരിച്ച് ജയേഷ് C. പാറക്കൽ, ഭരണസമിതി അംഗങ്ങളായ MB ശശിധരൻ, VK അശോകൻ, ബേബി മഞ്ഞളി, ശ്രീലത രാധാകൃഷ്ണൻ, അനീഷ് രാജൻ, PS പരീത്, സിജു ഇട്ടുങ്ങപ്പടി, സുഭാഷ് പറക്കാട്ട് എന്നിവർ സന്നിധരായിരുന്നു. ബാങ്കിന്റെ ഭരണസമിതി അംഗം പരേതയായ ബേബി ശശിയെ അനുസ്മരിച്ചുകൊണ്ടാണ് പദ്ധതി വിശദീകരണം നടത്തിയത്. നേത്രദാന ധാരണപത്രത്തിൽ ഒപ്പുവെക്കുന്ന എറണാകുളം ജില്ലയിലെ ആദ്യ സർവീസ് സഹകരണ സംഘമായി കാഞ്ഞൂർ സർവീസ് സഹകരണ സംഘം മാറുകയാണ്. മാതൃകാപരമായ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുകയും അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിക്കാനുമാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ പറഞ്ഞു. ബ്രാൻഡ് അംബാസഡറായി മാറണമെങ്കിൽ നമ്മളിൽ പ്രവർത്തിക്കണം. പ്രവർത്തനത്തിന് ആവശ്യം പറയുന്നത് നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനസ്സുള്ളവരാണ്. നമുക്കൊരു മരണം നടക്കുന്ന സമയത്ത് ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, എപ്പോഴാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത്. ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യയിൽ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 10 ലക്ഷത്തോളം ആളുകളാണ് ഇതിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അതിൽ 3 ലക്ഷത്തോളം ആളുകൾ വിവിധ ഐ ഹോസ്പിറ്റലുകൾ, വിവിധ ഐ ബാങ്കുകൾ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു. അങ്ങോട്ടൊന്നും പോകേണ്ട. അങ്കമാലി ആശുപത്രിയിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അങ്കമാലി ആശുപത്രിയിലെ ഐ ബാങ്കിൽ നമുക്ക് നേത്ര പഠനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു 35 പേരുടെ ലിസ്റ്റ് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും. ഞങ്ങൾ പലപ്പോഴും മായ്ക്കാൻ നോക്കിയിട്ട് ഫുള്ളായിട്ട് മായ്ക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് 2 പേരുടെ സർജറി കഴിഞ്ഞാൽ ഇന്നത്തെ OPയിൽ വരുന്ന 6 പേഷ്യന്റ് പേര് രജിസ്റ്റർ ചെയ്യും. ഇതാണ് ഇവിടുത്തെ ന്യൂസ് ബ്യൂറോ, കാലടി.